ഒരു പഠിപ്പിസ്റ്റായിട്ട് ഉയരുന്നില്ല, ഇല്ല. പക്ഷെ അതേസമയം വലിയൊരു സ്ക്രീനിലേക്ക് നമ്മൾ കയറിപ്പോയി. അതും തെന്നിന്ത്യൻ ലാംഗ്വേജിൽ, തെന്നിന്ത്യൻ ഭാഷകളിൽ ആവേശഭരിതയാക്കിക്കൊണ്ട്. എനിക്കൊന്ന് വിനയനായിരുന്നല്ലോ ആദ്യം തൊട്ട്. വിനയൻ സാറിന്റെ മൂവിയായിരുന്നു ബോയ് ഫ്രണ്ടിലൂടെയാണ്. അതിനകത്ത് 2 നായികമാരുണ്ടായിരുന്നു. ഈ നായിക എവിടുന്ന് ഓടിച്ചിട്ട് പിടിച്ചാ? പുള്ളിക്കാരി തെലുങ്കിൽ നിന്ന് വന്ന. അല്ല, ഈ നായിക. ഓ, എന്നെയോ? ശരി. എന്നെ വിനയൻ സാറിന്റെ മീരയുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ മൂവി ഈ തൊടുപുഴ, മൂലമറ്റം ആ ഒരു സ്ഥലങ്ങളിലാണ് ഷൂട്ട്. അവിടെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. അതിന് മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലക്കി ലൊക്കേഷൻ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണത്. അവിടെ ആ ലൊക്കേഷനിൽ മേ ബി ഈ മൂവിയുടെ ആരെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേട്ടനായിരിക്കും. ആരാണ്, എന്ത് പൊസിഷനാണെന്ന് എനിക്കിപ്പോ അറിയില്ല. അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം, കാണാൻ കുഴപ്പമില്ല, വേണമെങ്കിൽ സിനിമയിൽ നോക്കാം, എന്തെങ്കിലും അവസരം ഉണ്ടോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നാട്ടിൻപുറമല്ലേ, അങ്ങനെ ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയ ജയലളിതനെ സിനിമയിൽ എടുത്തു എന്നൊക്കെ പറയുന്ന പോലെ വലിയ വാർത്തയാവും. അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു 7th ഒക്കെ അല്ലേ, കുറച്ചുകൂടെ വലുതാവട്ടെ, അപ്പൊ ഒരു നായിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേ നായിക. അതെ അതെ. അപ്പൊ ഒരു അത്രേ ഉള്ളൂ, +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10th കയറുന്ന സമയത്താണ് ഇങ്ങനെ ഈ ബോയ് ഫ്രണ്ടിന്റെ എന്തോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം വിളിച്ച് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പടത്തിലേക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ ടേക്ക് ഓഫ് അല്ലേ? എനിക്കൊന്ന് പക്ഷേ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് ആയിരുന്നു എനിക്കൊന്ന് ഒരു വലിയൊരു ബ്രേക്കായിട്ട് മാറിയതില്ല. അതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ പേര് ഒരു പ്രത്യേക ധ്വനി, വി.കെ. പ്രകാശിന്റെ പടമായിരുന്നല്ലോ അതല്ലേ? അപ്പൊ ആ പടത്തിൽ ഈ ധ്വനിയായിട്ട് അഭിനയിച്ചതിന് ശേഷം പേര് പോലും താങ്കൾ മാറ്റിക്കളഞ്ഞു, ധ്വനിയാക്കി എന്ന് പറഞ്ഞു. കുറെ കാലം താങ്കൾക്ക് പലതും സീസൺ ആയതുകൊണ്ട് ഈ പേരും ധ്വനി എന്ന് വിളിച്ചു. പിന്നെ ആള് ഹണി റോസ് വിളിക്കാൻ തുടങ്ങിക്കൊണ്ട് വീണ്ടും ബാക്ക് ടു ഉൾട്ട അടിച്ചിങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയോ വർഷമായിട്ട് ഹണി റോസ് എന്നുള്ള പേര് കേട്ട് ആരെ വിളിക്കുന്നേന്നുള്ള അങ്ങനെ നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നു ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഖനം ഗാംഭീര്യമുള്ള ഒരു നമുക്ക് താങ്ങത്തില്ല. എനിക്കപ്പോ പക്ഷേ ഈ കന്നഡക്കാര് ഇട്ട പേരും കൊള്ളാം, ഹംസിനി. ഹംസിനി ഇവിടെ പേര് ഭയങ്കര രസമാണ്, നല്ല പേരാണ് ഹംസിനി. അതെ, അത് ആ കൂടെ ഒരു ചേലുണ്ട് കേട്ടോ, ഒരു ഭംഗിയുണ്ട്. എല്ലാ പേരുകളും നല്ലതാണ്, പക്ഷെ ഹണി റോസ് തന്നെ മതി. നമ്മുടെ ബാഗിൽ എത്ര സിനിമയുണ്ട്? എല്ലാം കൂടെ 30-ന് മേളിലുണ്ട്. 30-ന് മേളിലുണ്ട്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സമീപിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 20 വർഷം ആകാൻ പോകുന്നു. 20 years ആയോ? 20 years പറയില്ല കേട്ടോ. എനിക്ക് 2025 ഹണി റോസ്, താങ്കൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. കൂടാതെ താങ്കൾക്ക് പ്രത്യേകതരം ഒരു ഹൽവ ഉണ്ടാക്കാൻ അറിയാം, അതും ചക്ക വെച്ച്. അതിന്റെ റെസിപ്പി ഒന്ന് പറയൂ. എന്റെ ദൈവമേ, ചക്ക ഹൽവ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇനി ഒരു റെസിപ്പി പരിചയപ്പെടുത്തുകയാണ്. ചക്ക ഹൽവ അവതരിപ്പിക്കുന്ന ഹണി റോസ്. അതെ, കുക്കറി ഷോ. കുക്കറി ഷോ ചെറുതായിട്ട് മാറ്റി ഒരു കോടി. ഓക്കെ, അപ്പം ചക്ക ഹൽവ, നല്ല ചക്കപ്പഴം, വരിക്ക ചക്കപ്പഴം. ആദ്യം ഒരു ചക്ക എടുക്കണം. ഒരു ചക്ക എടുത്തിട്ട് നമ്മൾ അതിനെ വെട്ടി പീസാക്കി അതിന്റെ ചുളയെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിലിട്ട് ഈ തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ട് അത് ഇളക്കണം, നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കി. അതിന്റെ സമയത്ത് നെയ്യ് വേണം. കുറച്ചൊന്ന് ഒരു വെള്ളം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ബ്ലൂ 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 എന്ന് വരും. അതൊന്ന് പറ്റി വരണം. അതിന് കുറച്ച് നല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ചക്കപ്പഴത്തിന്റെ മധുരം നോക്കിയിട്ട് ശർക്കര ഇട്ടാൽ മതി. ഒരു ചെറുതായിട്ട് ഇടേണ്ടി വരും എന്തായാലും. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ ഇങ്ങനെ വരണ്ട് അവസാനമാണ് നമ്മൾ ഒഴിച്ച നെയ്യും ഈ തേങ്ങാപ്പാലിന്റെ എണ്ണയും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് അതിന്റെ പരുവം. ഞാൻ അമ്മയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുക, അതായത് കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരാളിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് വിട്ട് വേണം അമ്മയ്ക്ക് സായുജ്യം അടയാൻ. ഒരു പ്രായമാണെന്നുള്ളതിൽ അമ്മയുടെ ന്യായമായ ഒരു ആഗ്രഹമാണത്. അപ്പോൾ അതിന് കുറുകെ കയറി നിന്ന് അമ്മയോട് ശണ്ട പിടിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് എന്ന് കക്ഷികൾ പറയുന്നതനുസരിച്ച് തദ്വാര ഞാനൊരു കാര്യം ചോദിക്കാം. എന്നുവെച്ചാൽ അതുവഴി ഒരു കാര്യം ചോദിക്കാം. ഈ സിനിമയിലുള്ള ചാൻസ് വിവാഹിതയായി കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന ഭയമാണോ കുട്ടിയെ പീഡിപ്പിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ വിവാഹിതരായി നല്ല രീതിയിൽ ജീവിക്കുന്ന പട്ടം പോകുന്ന വല്ല പേടിയുണ്ട്? ഇല്ല, അങ്ങനെ എനിക്കതിന് പ്രത്യേകിച്ച് ഒരു പട്ടവും ഇല്ല. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പട്ടം മാത്രമേ എനിക്കുള്ളൂ. സാറ് പറഞ്ഞൊരു വേർഡ് അതിൻ്റെ അത് ഇടയ്ക്ക് സാറ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ആവരുത് വിവാഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന അതെ അതെ അവരങ്ങനെ ചിന്തിക്കും. അത് പക്ഷെ അതല്ലല്ലോ. നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എന്തായാലും നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരാളൊക്കെ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഭയങ്കര നല്ലൊരു മനുഷ്യൻ എന്നല്ല പറയുന്നത്. നമ്മളൊരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവൂലോ, അതില് സൽസ്വഭാവിയായി അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമുക്കൊരു തോന്നൽ വരും ഇയാളുടെ കൂടെ എന്റെ ലൈഫ് എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അത്
അയാളൊരു ഭയങ്കര ഈ ഒരു സെയിന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം എനിക്ക് എന്നല്ല തോന്നുന്നു അതിന്റെ ഇവിടെ ഉദ്ദേശം. ഒരാളെ പിറവി എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ പിന്നെ, പറയാൻ പറ്റുന്നത് നമ്മുടെ definitely. വഴിയാത്രക്കിടയിലോ നമ്മുടെ സിനിമാ ലൊക്കേഷനിലെ യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ ഇനാഗുറേഷൻ പരമ്പരയ്ക്ക് അയാൾ ഇങ്ങനെ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. ചിലപ്പോ വന്ന് അയാൾ Entry-ക്ക് വേണ്ടി ഇങ്ങനെ wait ചെയ്യാണ്. മറഞ്ഞ് നിൽക്കുകയാണ് അതെ, പാവം. അതെ. അദ്ദേഹത്തിന്റെ അല്ലെ തലയിലെഴുത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി അയ്യോ ഇല്ല, ഞാൻ അദ്ദേഹം വരും. എന്റെ കൂടെ ഉള്ള ഒരു കമ്പനി ഭയങ്കര രസമായിരിക്കും. 10 കൊല്ലമായിട്ട് മെസ്സേജ് അയച്ച് കൈ അടിച്ച മനുഷ്യനുണ്ടല്ലോ, അയാളെ പരിഗണിക്കുന്നുണ്ടോ? അല്ല, ഇത് ആരാണെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, നിരാശപ്പെടാത്ത ഒരാളെ ഒരു ഊർജ്ജസ്വലനായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മണ്യേ വാദികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഒരു ലക്ഷ്യമില്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ല, പക്ഷെ അയാള് വെളിപ്പെടുത്തിയിട്ടില്ല ആളാരെന്ന്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ വട്ടളക്കാൻ വേണ്ടിയാലും ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതൊരു ആളുണ്ട്.